നമസ്കാരം. ഇവിടെ പി കെ ശശി UDF-ലേക്ക് വരുന്നു എന്നൊരു ശ്രുതി കേൾക്കുന്നു. ശരിയാണ്, വാർത്ത ആരും സ്ഥിരീകരിച്ചിട്ടൊന്നുമില്ല. എങ്കിൽ പോലും ഇവിടെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. രാഹുൽ മാക്കൂട്ട വിഷയത്തിനകത്ത് ഈ നിഴൽ പരാതിയുടെ പേരിൽ ഏറ്റവും അതിശക്തനായൊരു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് MLA-യുമായ കോൺഗ്രസിൻ്റെ അതിശക്തനായ യുവനേതാവായ യുവരാജാവായ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഇങ്ങനെ നിഴൽ പരാതികളുടെ പേരിൽ സ്ത്രീപീഡന കേസുകളിൽ ഉൾപ്പെടുത്തി ആ വ്യക്തിയെ സ്ഥാനമാനങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ നീക്കം ചെയ്ത സന്ദർഭത്തിൽ അതിശക്തമായ ജനരോഷം ഉയരുകയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തുള്ള ഈ സ്ത്രീ വിഷയങ്ങളിൽ ഉൾപ്പെട്ടവരുടെ പേരുകൾ പറയുമ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞുകൊണ്ടിരുന്ന പേരുകളിലൊന്നായ KTDCയുടെ ചെയർമാനായ ശ്രീ പി കെ ശശി, അദ്ദേഹം KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചു എന്നുള്ള വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട്. KTDCയുടെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ആ വ്യക്തിയെ UDF-ലേക്ക്, കാരണം പാലക്കാട് MLA ആയിരുന്നു അദ്ദേഹം പണ്ട്. പാലക്കാട് ജില്ലയിലെ ഒരു MLA, പാലക്കാട് MLA അല്ല, പാലക്കാട് ജില്ലയിലെ ഒരു MLA ആയിരുന്നു. അതോടൊപ്പം തന്നെ CPM-ൻ്റെ സമുന്നതനായ ഒരു നേതാവ് ആണ് കാലങ്ങളായിട്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം KTDCയുടെ ചെയർമാൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിനെതിരെ ഇത്തരം സ്ത്രീപീഡന വിഷയങ്ങളിൽ വന്നുകൊണ്ടിരുന്ന കേസുകൾ വളരെയധികം ഗൗരവമുള്ളതായിരുന്നു. പക്ഷേ അതെല്ലാം CPM പ്രതിരോധിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് സത്യമാണ്. ആ ഒരു വിഷയത്തിനകത്തേക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പേരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുണ്ടായിരുന്ന ഒരു മുൻകാല കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ കുടുംബം വരെ തകർത്ത് കളഞ്ഞ ഒരു നേതാവ്. ആ വ്യക്തി പാർട്ടിയിൽ നിന്ന് തന്നെ ഇതുപോലെ നടപടിയെടുത്ത് പുറത്താക്കിയെങ്കിൽ പോലും VS അച്യുതാനന്ദൻ്റെ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞതോടുകൂടി അയാളെയൊക്കെ വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ അയാളെ ഇപ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ഇരുന്നുകൊണ്ട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പി ശശി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് പറഞ്ഞുകൊണ്ടിരുന്ന പേരാണ് പി കെ ശശിയാണ് ഇപ്പോൾ KTDCയുടെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെല്ലാം സ്ത്രീ വിഷയങ്ങളിൽ CPM-ൻ്റെ ഏറ്റവും മുന്നണി വക്താക്കളായിരുന്നു. ഇവരുടെയൊക്കെയാണ് പീഡനങ്ങളെ സംബന്ധിച്ച് ശ്രീമതി ടീച്ചറും മറ്റുള്ളവരൊക്കെ തീവ്രത എന്ന മിഷനും കൊണ്ട് അളന്ന് നോക്കി കഴിഞ്ഞപ്പോൾ തീവ്രത വളരെ കുറവായിട്ട് കണ്ട് റിപ്പോർട്ട് പാർട്ടിക്ക് നൽകി ഇവരുടെ ആരുടെയും പേരിൽ നടപടിയൊക്കെ സ്വീകരിക്കാതിരുന്നത്. അതിനകത്ത് കുറേയധികം പേരുകാരുണ്ടായിരുന്നു. പി ശശി, പി കെ ശശി, M മുകേഷ്, KV ഗണേഷ് കുമാർ, AK ശശീന്ദ്രൻ, കടകംപള്ളി സുരേന്ദ്രൻ, തോമസ് ഐസക്, ശ്രീരാമകൃഷ്ണൻ, ഗോപി കോട്ടമുറിക്കൻ, ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൂടി ഉണ്ടായി ആ ഒരു ഗണത്തിൽ വരുന്നത് മുഖ്യമന്ത്രിയുടെ മകളെ ഇപ്പോൾ രണ്ടാമത് കിട്ടിയ മന്ത്രിസ്ഥാനത്തുള്ള മുഹമ്മദ് റിയാസ്. ഇവരൊക്കെ ഈ ഗണത്തിൽപ്പെടുന്ന ഒരു വിഭാഗമായിരുന്നു. എന്താണെങ്കിലും ശരി, അതിനകത്തുനിന്ന് ഇപ്പം ഈ പി കെ ശശി ഏതായാലും KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചു എന്നിപ്പോൾ വാർത്ത വന്നിട്ടുണ്ട്. നല്ല കാര്യം. പക്ഷേ അതിനേക്കാളും കൂടുതൽ അപകടകരമായിട്ട് കാണുന്നത് ഇയാൾ UDF ക്യാമ്പിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതായത് പ്രതിപക്ഷ നേതാവ് VD സതീശനും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഉപനേതാവായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടി സാഹിബുമായിട്ട് ചർച്ച നടത്തി എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. സ്ഥിരീകരിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പിന്നെ ഇത്രയും നാളും പറഞ്ഞു കൊണ്ടിരുന്നതിനകത്ത് എന്താണ് യോഗ്യതയുള്ള പ്രതിപക്ഷത്തിന് അങ്ങനെയാണെങ്കിൽ? കാരണം നിങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്ന രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വിഷയത്തിനകത്ത് നിങ്ങൾക്ക് രാഹുൽ മാക്കൂട്ടവും PK ശശിയും കൂടെ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആനയും കൊതുകും പോലെയുള്ള ഒരു വ്യത്യാസമല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സാധാരണഗതിയിൽ ആനയെ ആടെന്ന് പറയും. ഇത് അങ്ങനെ പോലും കൂടെ താരതമ്യം ചെയ്യാൻ പറ്റുമോ? രാഹുൽ മാക്കൂട്ടം ആരാണ്? രാഹുൽ മാക്കൂട്ടം കോൺഗ്രസിൽ നിന്ന് നിങ്ങൾ പുറത്താക്കിയെങ്കിൽ പോലും, പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ പോലും, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയെങ്കിൽ പോലും രാഹുൽ മാക്കൂട്ടം എന്ന് മുതൽ കോൺഗ്രസ്സിലായിരുന്നു. അതിനേക്കാൾ അതിശക്തനായിട്ട് ഇന്നും ആ വ്യക്തി കോൺഗ്രസ്സുകാരനായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. നിങ്ങൾ പുറത്താക്കിയെങ്കിലും ആ വ്യക്തി കോൺഗ്രസിനെ പുറത്താക്കിയിട്ടില്ല. അത് ആ വ്യക്തി പറയുകയും ചെയ്തു. ഈ ലോകത്ത് കോൺഗ്രസ് പാർട്ടിക്ക് എന്നെ പുറത്താക്കണമെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്നെ പുറത്താക്കാം. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന്, എൻ്റെ ഹൃദയത്തിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയെ പുറത്താക്കണം എന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് ഞാൻ തന്നെ തീരുമാനിക്കണം എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്.
അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകളാണ്. അതുതന്നെയാണ് അദ്ദേഹം ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. വീണ്ടും പ്രതിപക്ഷ ശബ്ദങ്ങളിൽ അദ്ദേഹം പ്രതിപക്ഷ നിരയിലില്ലെങ്കിൽ പോലും ഈ ഇവിടുത്തെ ഭരണകൂട ഭീകരതയ്ക്കെതിരെ അതിശക്തമായിട്ട് പ്രതികരിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പൊതുസമൂഹത്തിൽ ലഭിക്കുന്ന സ്വീകാര്യതയുടെ 10-1 പോലും ഇന്ന് പ്രതിപക്ഷ നേതാവിന് പോലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അത്ര അതിശക്തനായൊരു കോൺഗ്രസ് നേതാവാണ് രാഹുൽ മാക്കൂട്ടം. നാടൻ ഭാഷയെ പറഞ്ഞാൽ രാഹുൽ മാക്കൂട്ടം ഇടുന്ന അപ്പിയുടെ വില പോലും ഇല്ല ഈ PK ശശിക്ക്. ആ PK ശശിയായിട്ട് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും ചർച്ച നടത്തി എന്ന് പറഞ്ഞ് കേൾക്കുന്ന ആ വാർത്ത പോലും വളരെ നികൃഷ്ടമാണ്. ആ വ്യക്തിയോട്, അതായത് രാഹുൽ മാക്കൂട്ടത്തിനോട് കാണിക്കുന്ന ഏറ്റവും നീചമായ പ്രവൃത്തിയോടെ ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു ശബ്ദമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വാർത്ത പോലും. അതാണ് ഇതിനകത്ത് പറഞ്ഞു നോക്കാനുള്ളത്. ഇതിനകത്ത് VD സതീശനുള്ള ഏറ്റവും വലിയ കലിപ്പ് രാഹുൽ മാക്കൂട്ടത്തിനോട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുസമൂഹം ഇതിനോടകം ചർച്ച ചെയ്ത് തന്നെ കഴിഞ്ഞു. കാരണം VD സതീശൻ്റെ ഒരു മാനസപുത്രി എന്ന് പറയുന്ന ഒരു നടിയാണ് ശരിക്കും പറഞ്ഞാൽ നടിയുടെ റോളിൽ അവർ രംഗപ്രവേശനം ചെയ്തുകൊണ്ട് ഈ പൊതുസമൂഹത്തിലേക്ക് വന്ന് വെടിപൊട്ടിക്കുകയും രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഓരോ വിഷയങ്ങൾ വരുമ്പോഴെല്ലാം അവർ മുഖ്യധാര മാധ്യമങ്ങളിൽ വന്ന് ചർച്ചാ പാനലിസ്റ്റിൽ കടന്നുകൂടിക്കൊണ്ട് അതിശക്തമായിട്ട് രാഹുൽ മാക്കൂട്ടത്തെ വിമർശിക്കുകയും അതിനേക്കാളെല്ലാം ഉപരി അവരുടെ പേഴ്സണലായിട്ടുള്ള ഇൻ്റർവ്യൂകളിലും അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകളിലെല്ലാം അവർ VD സതീശനെ വാനോളം പുകഴ്ത്തുകയും VD സതീശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്, എനിക്ക് ഭയങ്കര ആത്മബന്ധമാണ്, ഞങ്ങൾ കുടുംബപരമായിട്ട് പോലും ഭയങ്കര ബന്ധമാണ്, അതിനേക്കാളും ഉപരി ഒരു പുരുഷനായി കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് 100% മാർക്ക് കൊടുക്കാൻ അർഹതപ്പെട്ട ഒരു വ്യക്തിയാണ് VD സതീശൻ. എനിക്ക് VD സതീശനായിട്ട് അതിഭയങ്കരമായ ആത്മബന്ധമാണ്, ഞങ്ങൾ മുൻജന്മ ബന്ധമായിരുന്നു എന്ന് പോലും കൂടെ അവർ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ പൊതുമണ്ഡലത്തിൽ ഇപ്പം നിറഞ്ഞു നിൽക്കുന്നു. എന്റെ ഫാദർ ഒക്കെ ആയിട്ട് തന്നെ അദ്ദേഹത്തിന് അറിയാം. കോൺഗ്രസ് കുടുംബമാണ്, ഞങ്ങളുടെ ബേസിക്കലി കോൺഗ്രസ് കുടുംബമാണ്. പക്ഷെ എന്റെ ഫാദർ കോൺഗ്രസ് അല്ല, ഇടതുപക്ഷ അനുഭാവിയാണ്. അതാണ് ഈ റൂമേഴ്സ് ഇങ്ങനെ അനാവശ്യമായിട്ട് വന്നത്, ഈ വിഷയങ്ങളൊക്കെ. പക്ഷെ നമ്മുടെ ഫാമിലി കോൺഗ്രസ് ഫാമിലി, അതായത് എന്റെ ഗ്രാൻഡ് ഫാദർ ഒക്കെ ഭയങ്കര കോൺഗ്രസ്സുകാരനായിരുന്നു. അപ്പൊ എന്റെ ഫാദർ ഇങ്ങനെ മാറി ചിന്തിച്ചപ്പോ അത് വീട്ടിൽ വലിയ പ്രശ്നമായിരുന്നു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പോൾ അവര് തമ്മിൽ അറിയാം. അതായത് അദ്ദേഹം ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ, ഇദ്ദേഹം രാഷ്ട്രീയക്കാരെന്നുള്ള നിലയിൽ അറിയാൻ പറ്റുമല്ലോ സ്വാഭാവികമായിട്ടും. ആ രീതിയിൽ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടെയുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട് ബർത്ത്ഡേ ആഘോഷം. കാരണം എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പൊ അങ്ങനെ കൂടുതൽ സ്നേഹം കാണിക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് കൂടുതൽ ക്ലോസ്. അതിനേക്കാളും എല്ലാം ഉപരി VD സതീശൻ്റെ സ്വന്തം മണ്ഡലത്തിൽപ്പെട്ട വോട്ടറാണ്. ഞങ്ങൾ കുടുംബപരമായിട്ട് ഭയങ്കര അടുപ്പാണ്. തിരുവനന്തപുരത്ത് പോലും കൂടെ ഇങ്ങനെ VD സതീശനെ പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുമ്പ് തന്നെ നല്ല സൗഹൃദമാണ്. പ്രതിപക്ഷ നേതാവ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ബന്ധം ഒന്നും കൂടെ കൂടുതലായിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തെ വളരെയധികം ആരാധനയാണ്. ആരാധന മൂത്ത് അങ്ങേ അറ്റത്ത് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അച്ഛനെ പോലെയാണെന്നും പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇല്ലതൊന്നുമില്ല. VD സതീശനും പറഞ്ഞു വെച്ചിട്ടുണ്ട് എനിക്ക് മകളെ പോലെയാണ് എന്ന് VD സതീശനും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങോട്ടും കേക്ക് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ മകള് തന്നെ ഈ രാഹുൽ മാക്കൂട്ടത്തിന് പാതിരാത്രിയിൽ ചാറ്റ് ചെയ്തതും വീഡിയോ കോൾ ചെയ്തതും പ്ലീസ് കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ് എന്ന് പറഞ്ഞ മെസ്സേജ് പാതിരാത്രിയിൽ അയച്ചത് പോലും കൂടെ ഇവിടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തെളിവുകൾ സഹിതം പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അതിനൊന്നും മറുപടി കൊടുക്കുന്നില്ല. അപ്പോൾ ആ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് രാഹുൽ മാക്കൂട്ടത്തെ കിട്ടിയില്ല എന്നുള്ള ഒരു വൈരാഗ്യം, ആ സ്ത്രീയുടെ വൈരാഗ്യ VD സതീശനിലൂടെ പുറത്തു കൊണ്ടുവന്നു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെ ഇപ്പോഴും രാഹുൽ മാക്കൂട്ടത്തെ അകറ്റി നിർത്തിക്കൊണ്ട് PK ശശിയെ പോലുള്ള ഒരു IF-ലേക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെ നിങ്ങൾ ചർച്ച നടത്തി എന്നുള്ള ഒരു വാർത്ത തന്നെ അടിസ്ഥാനരഹിതമാണെന്നൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കാം. പക്ഷേ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാർത്ത പോലും ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഹുൽ മാക്കൂട്ടത്തിനോടൊക്കെ ചെയ്യുന്ന ഏറ്റവും വലിയ പൊടി ചതിയാണ്. കാരണം ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന, അല്ലെങ്കിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു യുവ നേതാവ് തന്നെയാണ് രാഹുൽ മാക്കൂട്ടം. അതുകൊണ്ട് തന്നെ ഈ PK ശശിയെ പോലുള്ള ഒരു ആഭാസനെ UDF ക്യാമ്പിലേക്ക് ക്ഷണിക്കുന്നത് തന്നെ ഏറ്റവും വലിയ അപമാനമാണ്, ആഭാസമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.